കാര്യങ്ങളെല്ലാം പറഞ്ഞു പരിഹരിച്ച ശേഷമാണ് ഇന്ന് രാവിലെ പി വി അൻവർ വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വന്നത്. വി ഡി സതീശനെ കടന്നാക്രമിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ പിന്നിൽ എന്ത് സംഭവിച്ചു എന്ന് മുസ്ലിം ലീഗിനെയും കോൺഗ്രസ് നേതാക്കളെയും ഞെട്ടിച്ചു. UDF അവഗണന എണ്ണി പറഞ്ഞ പി വി അൻവർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ തുറന്നടിക്കുകയാണ് ഉണ്ടായത്. വസ്ത്രാക്ഷേപം നടത്തി തന്നെ തെരുവിലേക്ക് വിട്ടു, അധിക പ്രസംഗിയായി ചിത്രീകരിച്ചു, മുഖത്ത് ചെളിവാരി എറിഞ്ഞു, ദയാവധത്തിന് വിട്ടു, കാല് പിടിച്ചപ്പോൾ മുഖത്ത് ചവിട്ടി തുടങ്ങിയ കടുത്ത വിമർശനങ്ങൾ സതീശനെതിരെ ഉന്നയിച്ചു. കോഴിക്കോട്ട് UDF യോഗത്തിൽ മുന്നണി പ്രവേശനത്തിൽ ധാരണയായെങ്കിലും ഇതിനുശേഷം വി ഡി സതീശൻ ഫോൺ എടുത്തില്ലെന്നും അൻവർ കുറ്റപ്പെടുത്തി. ഒരു സഹകരണ മുന്നണിയാക്കാന്ന് പറഞ്ഞു, അതിന് സമ്മതിച്ചു. സഹകരണ മുന്നണി അറിയാൻ നിങ്ങൾക്ക് അറിയാം. ബസ്സിലെ ആ സ്റ്റെപ്പിൽ കയറിയുന്ന ക്ലീനറെ കൂടെ നിന്ന് പോകണമെന്ന് മതി, പ്രശ്നമില്ല. ചെറിയ പാർട്ടിയല്ലേ, നമ്മൾ വളരെ ചെറിയ പാർട്ടിയാണല്ലോ, അതിനും നമ്മൾ സമ്മതിച്ചു. അതെങ്കിലും ഒന്ന് പൊതുസമൂഹത്തോട് പറയണ്ടേ? ഇന്നലെ അദ്ദേഹം പറഞ്ഞു അൻവർ വ്യക്തമാക്കട്ടെ. ഇത്രയും വ്യക്തമാക്കിയതാണല്ലോ, ഇനി എന്താ ഞാൻ വ്യക്തമാക്കേണ്ടത്? ഈ കഴിഞ്ഞ 3-4 മാസമായി ഒരു മനുഷ്യന്റെയും ഒരു പാർട്ടിയുടെയും എന്നെ വസ്ത്രാക്ഷേപം നടത്തിയിട്ട് എന്താ തെരുവിലേക്ക് വിട്ടിരിക്കുക അല്ലേ? ഇന്നലെ എന്താ ചെയ്തത്? വസ്ത്രാക്ഷേപം നടത്തി തെരുവിൽ വിട്ട് എന്റെ മുഖത്തേക്ക് ചളിവാരി എറിയണം. അത് കാണുന്നുണ്ടല്ലോ എല്ലാം. ഇന്നലെ അദ്ദേഹത്തിന്റെ തീരുമാനം എന്താ? എന്നെ ദയാവധത്തിന് വിട്ടിരിക്കണം. ദയാവധം. എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? അതും കൂടെ ഒന്ന് വിശദീകരിക്കണ്ടേ? അപ്പൊ ഇപ്പോഴും ഞാൻ നയം വ്യക്തമാക്കിയിട്ടില്ല, മനസ്സിലായില്ലേ? കാല് പിടിക്കുമ്പോ മുഖത്ത് ചവിട്ടുക എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഞാൻ ഈ കാല് പിടിക്കാനില്ല. ഞാൻ ഈ കാല് പിടിച്ചിരുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാ. എനിക്ക് ഒരു അധികാരം വേണ്ട. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഒരു തെറ്റിദ്ധാരണ. എന്താ പറയുക, ചില ആളുകളുടെ ധാരണ കത്രിക പൂട്ട് എന്ന് പറയും നമ്മളെ പണ്ടത്തെ ആളുകൾ. ഇങ്ങനെ കുടിക്കിയാൽ, ഇവിടെ പിണറായി ആണല്ലോ, അപ്പൊ ഇവിടുന്ന് ഒരു ഇതാണ് കത്രിക പൂട്ട്. ഈ കത്രിക പൂട്ടിൽ ഇട്ടിട്ട് ഇങ്ങനെ ആക്കിയാൽ ആരായാലും എന്തെങ്കിലും പറയല്ലോ, സഹായിക്കും. അത് പറയണോ? അങ്ങനെ വിചാരിക്കേണ്ടവര് ഈ മനുഷ്യനെ ഞാൻ ഭൂമിയിൽ ഇരിക്കാനാ ഉദ്ദേശിക്കുന്നത്. ഉയർന്ന പീഠത്തിൽ ഇരിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടാവും. ആ പീഠത്തിന് ചവിട്ട് കൊടുത്ത് ഇറങ്ങിപ്പോന്നാണ് ഞാൻ. എനിക്ക് ഇനി ഈ കാര്യങ്ങൾ സംസാരിക്കാനുള്ളത് ഈ പറയുന്ന കോൺഗ്രസിന്റെ ഒരു വലിയ നേതാവ് ഇവിടെ ഉണ്ടല്ലോ, അതാരാ? KC വേണുഗോപാൽ. എന്നൊക്കെ അറിയാം. അദ്ദേഹവുമായി ഈ വിഷയം ഈ രീതിയിൽ ഇതുവരെ ഞാൻ പങ്കുവച്ചിട്ടില്ല. എനിക്കിനി അദ്ദേഹത്തിലെ പ്രതീക്ഷ. അദ്ദേഹമാണല്ലോ ഇന്ത്യയിൽ മുഴുവൻ ഓടി നടന്ന് കോൺഗ്രസ് തന്നെ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പോട് കൂടി അവസാനിക്കുമെന്ന് പറയുന്ന കോൺഗ്രസിന് 40 സീറ്റിൽ നിന്ന് 200 സീറ്റിലേക്ക് എത്തിക്കാൻ സാധിച്ചത് അദ്ദേഹത്തിന്റെ കഠിനമായ പ്രയത്നമാണ്. ഇന്നും അദ്ദേഹം ഓടിക്കൊണ്ടിരിക്കുക 24 മണിക്കൂർ. അദ്ദേഹത്തോട് ഈ വിഷയം എനിക്ക് സംസാരിക്കാനുണ്ട്. എനിക്ക് കുറച്ച് എന്റെ ഗ്രീവിയൻസ് പറയാനുണ്ട്. ഇനി പ്രതീക്ഷ KC വേണുഗോപാലിൽ മാത്രമാണെന്നും അതിനുശേഷം മത്സരിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുമെന്നും പി വി അൻവർ പറഞ്ഞു. അതൊക്കെ 2 ദിവസം കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ നാളെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ഉണ്ട്, മറ്റന്നാള് സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ട്. അതിലെ തീരുമാനം. അതിന്റെ മുമ്പ് ഈ പറയുന്ന കേസുമായി ബന്ധപ്പെടാൻ ഞാൻ പരിശ്രമിക്കുന്നുണ്ട്. കേസിൽ പ്രതീക്ഷയുണ്ട്. കേസിൽ പ്രതീക്ഷ ഇല്ലാതിരിക്കുന്നത് എങ്ങനെയാ? ഈ ഇന്ത്യയിലെ മുഴുവൻ പാർട്ടി വിഷയങ്ങൾ മുഴുവൻ സെറ്റിൽ ചെയ്ത് കോൺഗ്രസിന് ഒരു മുഖം ഉണ്ടാക്കി കൊടുത്തു അദ്ദേഹം, അല്ലേ? അദ്ദേഹത്തിന് നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടല്ലോ. അദ്ദേഹത്തിന് പ്രതീക്ഷയുണ്ട്. അദ്ദേഹമായിട്ട് സംസാരിക്കും. എനിക്ക് എന്താ പറയാ, പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള പൊളിറ്റിക്കൽ ബന്ധം വളരെ കുറവാണ്. TMCയുടെ സ്ഥാനാർത്ഥി ഉണ്ടാവും, മത്സരിക്കും. മമതാ ബാനർജി വരും, അവരുടെ മന്ത്രിമാര് വരും, അവരുടെ MP വരും. പൊളിറ്റിക്സ് പച്ചയായിട്ട് നമ്മൾ പറയും, ജനങ്ങളുമായി സംവദിക്കും. ഒരു തർക്കോ കാര്യത്തിലില്ല. UDFൽ എടുത്തില്ലെങ്കിൽ മാത്രമല്ല, KCയുമായി സംസാരിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട KC എന്ത് തീരുമാനമെടുക്കുന്നു, ഞങ്ങളോട് നീതി പുലർത്തുകയാണെങ്കിൽ, അതല്ല ചൊറി പിടിച്ച അൻവറിനെ വേണ്ട എന്നാണ് അവരുടെ തീരുമാനമെങ്കിൽ, ഞാൻ ജനങ്ങളിലേക്ക് ഇറങ്ങും, ജനങ്ങളോട് പറയും. ഐ എം ആൻ ഔട്ട്സ്പോക്കൺ പേഴ്സൺ, ഐ എം സ്പീക്കിംഗ് ഫോർ ദ പബ്ലിക്. അതാണല്ലോ പ്രശ്നം. ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആളാണ് എന്റെ പ്രശ്നം. അപ്പൊ ഞാൻ ഔട്ട്സ്പോക്കൺ ആണെന്നുള്ളൊരു നരേഷൻ ആരാ ഉണ്ടാക്കി വെക്കുന്നത്? ബഹുമാനപ്പെട്ട KC വേണുഗോപാലിൽ ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്നു. UDFന്റെ ഘടകകക്ഷി നേതാക്കളിൽ ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്നു.
കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളിൽ ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്നു. ആ UDF സംവിധാനത്തിന്റെ ലീഡർഷിപ്പിൽ ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്നു. ആ കാര്യങ്ങൾ ഞാൻ ബഹുമാനപ്പെട്ട KCയും ബഹുമാനപ്പെട്ട തങ്ങൾ സ്ഥലത്തില്ല ബഹുമാനപ്പെട്ട കുഞ്ഞാടി സാഹിബുമായി സംസാരിച്ച് അവസാനമായിട്ട് എന്താണ് ഡിക്ലറേഷൻ എന്ന് ഞാൻ പറയും. അതേസമയം PV അൻവർ അനാവശ്യ പരാമർശം നടത്തുന്നുവെന്ന് ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. UDF ചർച്ച ചെയ്ത് തീരുമാനമെടുത്തിരുന്നു. അൻവറിനെ അക്കാര്യം അറിയിച്ചു. അത്തരത്തിൽ നിലപാടെടുത്തിട്ടും അൻവർ കുറച്ചുകൂടി ബോധ്യമാകാനുണ്ടെന്ന് പറയുന്നുവെന്നും PMA സലാം പറഞ്ഞു. മുസ്ലിം ലീഗിന് വ്യത്യസ്തമായ നിലപാടില്ല. കോൺഗ്രസിനും മറ്റ് ഘടകകക്ഷികൾക്കും ഒക്കെയുള്ള നിലപാട് മാത്രമേ മുസ്ലിം ലീഗിനുള്ളൂ. UDF കൂടി ഇരുന്ന് ഈ കാര്യം ഗൗരവമായി ചർച്ച ചെയ്ത് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടല്ലോ. ആ തീരുമാനം ബഹുമാനപ്പെട്ട UDF ചെയർമാൻ അൻവറിനോട് അറിയിച്ചിട്ടുമുണ്ട്, പത്രക്കാരോട് പറഞ്ഞിട്ടുണ്ട്. ആ നിലപാടിൽ UDF ഉറച്ചു നിൽക്കുന്നു. പക്ഷെ അങ്ങനെ നിലപാട് UDF എടുത്തിട്ട് പോലും ആവശ്യമില്ലാത്ത പരാമർശങ്ങൾ അൻവർ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ സംബന്ധിച്ച് UDFിലെ ഘടകകക്ഷികൾക്കുള്ള അഭിപ്രായങ്ങൾ അൻവറിനോട് ഇന്നലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുനിന്ന് പറഞ്ഞിട്ടുണ്ട്. അൻവർ ഏറെക്കുറെ അംഗീകരിച്ച് പോയതുമാണ്. ഇപ്പോഴും അൻവർ പറയുന്നത് കുറെ കൂടി കാര്യങ്ങൾ അദ്ദേഹത്തിന് ബോധ്യമാവാനുണ്ട്. ആയിക്കോട്ടെ, കുഴപ്പമില്ല. അതിന് അദ്ദേഹം പ്രതീക്ഷിക്കുന്ന UDFിനെ തന്നെയാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട KC വേണുഗോപാലിനെ കാണും എന്ന് അദ്ദേഹം പറയുന്നത്. എങ്ങനെയായാലും കുഴപ്പമില്ല. നമ്മുടെ ലക്ഷ്യം ഈ ഗവൺമെൻറ്റിനെതിരായ വിധിയെഴുത്തായി നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് മാറണം. അതിന് സഹകരിക്കാവുന്ന എല്ലാവരുമായി സഹകരിക്കണം. പരമാവധി വോട്ടുകൾ ഏകോപിപ്പിക്കണം. PV അൻവറിന് ഇനിയും തിരുത്താനുണ്ടെന്ന് സൂചിപ്പിച്ച K മുരളീധരൻ. അൻവർ ഷൗക്കത്തിന് നിരുപാധിക പിന്തുണ നൽകിയാൽ പ്രശ്നങ്ങൾ അവസാനിക്കും. സഹായിക്കുന്നവരെ ഞങ്ങൾ തിരിച്ചും സഹായിക്കും. UDFിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർ UDFിനെ കുറ്റം പറഞ്ഞാൽ എങ്ങനെ ശരിയാകുമെന്നും മുരളീധരൻ ചോദിച്ചു. അല്ല, UDFിൽ ചേരാൻ ആഗ്രഹിക്കുന്നവരെങ്ങനെയാ UDFിനെ കുറ്റം പറഞ്ഞാൽ എങ്ങനെയാ UDFിൽ ചേരാൻ കഴിയുക? അപ്പൊ അതാണ് പറഞ്ഞത്. ആദ്യം അദ്ദേഹത്തിന്റെ നിലപാട് പിണറായിസത്തിനെതിരാണെങ്കിൽ UDFിനെ സഹായിക്കലേ മാർഗമുള്ളൂ. അല്ലാതെ അദ്ദേഹം ഒറ്റയ്ക്ക് നിൽക്കുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ പിണറായിസത്തിനെ സഹായിക്കുകയോ? അപ്പോൾ പിണറായിക്ക് കൂടുതൽ ഊർജ്ജം വരികയല്ലേ ഉള്ളൂ. കോൺഗ്രസ്സിൽ ഇപ്പോൾ കൂട്ടായിട്ടുള്ള ചർച്ചയിലൂടെയാണ് നിലമ്പൂർ ഇലക്ഷൻ്റെ എല്ലാ കാര്യങ്ങളും, കാരണം പാലക്കാട് ഇലക്ഷൻ്റെ സമയത്ത് ഉണ്ടായൊരു ഗ്യാപ്പ് ഉണ്ടാവരുത് എന്നുള്ള ഒരു മുൻകൂട്ടി തന്നെ ഞങ്ങൾ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അൻവറിനെ സഹകരിപ്പിക്കും. അൻവർ ഈ ഒരു പ്രഖ്യാപനം നടത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും